അടുത്തത് ഒരു എല്ലാവരും പറയണാണ് നിങ്ങൾ ഓരോ വീഡിയോ അല്ലാതെ ലോങ് വീഡിയോ അല്ല കുറച്ച് വണ്ടികൾ കാണിക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മളെ മലപ്പുറം മോട്ടോഴ്സിലെ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ 1,50,000 റുപ്യാൻ്റെ താഴെ കുറേ ചെറുവണ്ടികൾ. 1,50,000 റുപ്യാൻ്റെ താഴെയാണ് ഒരു സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികളാണ് നമ്മൾ ചെയ്യാൻ പോണത്. അതിലൊരു 10-15 വണ്ടി നമ്മളിപ്പോൾ ചെയ്യണുള്ളൂ. അടുത്ത രണ്ടാമത്തെ എപ്പിസോഡിൽ നമുക്കൊരു കുറച്ച് വലിയ വണ്ടികൾക്ക് അതും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് 2007 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന ഒരു വാഗണർ LXi ആണ്. ഫസ്റ്റ് ഓണറാണ്. വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ്. ചെറിയ ആവശ്യക്കാർക്കൊക്കെ കൊണ്ടുപോകാൻ നല്ല ഇന്റീരിയർ കാര്യമൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് 1,05,000 രൂപക്ക് ഫൈനലാക്കി കൊടുക്കണം. ഈ എല്ലാ ഭാഗം വീഡിയോ ബാക്കും പിന്നൊക്കെ എടുത്ത് പെട്ടെന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് എന്താ വെച്ചാൽ എല്ലാ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കണ്ടോളി. നല്ല കമ്പനി സീറ്റാറ്, നല്ല വൃത്തിയുള്ള സീറ്റാറ് കാര്യങ്ങളൊക്കെയാണ്. വലിയൊരു ഓട്ടം കാര്യങ്ങളൊന്നും ഓടിയിട്ടില്ല. 1,05,000 രൂപക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കണം. 1,05,000 2007 27 ലാസ്റ്റ് വരെ റിന്യൂവലും കാര്യമൊക്കെ. ഫസ്റ്റ് ഓണർ വണ്ടി 1,05,000 ഫൈനലി നമുക്ക് നെഗോഷ്യബിൾ ആണ്. ചെറിയ പൈസ എന്തെങ്കിലുമൊക്കെ കുറച്ചെടുക്കാം. ഓക്കെ, നമ്മളെ പരിചയപ്പെടുത്തിയ ചെറിയ വിലക്ക് ഒരു ഡീസൽ വണ്ടി വേണമെന്നായിരുന്നു കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. ഇത് 2012 മോഡലിൽ കിടക്കുന്ന നല്ല ഫിഗോ അലവില് കാര്യം ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല 4 പുത്തൻ ടയറ് കാര്യങ്ങളൊക്കെ അല്ല. ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട്, നല്ല സീറ്റ് കവറ്, പിന്നെ കമ്പനിയാണ്. രണ്ട് ഡോർ വിൻഡോ, AC, പവർ സ്റ്റാരിങ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ഡീസലിന് 10-20 കിലോമീറ്റർ മൈലേജും കാര്യമൊക്കെ കിട്ടും. 12 മോഡലും ഉണ്ട്. നമുക്ക് 1,40,000 രൂപക്ക് നല്ല ഉള്ളൊക്കെ നല്ല സ്പേസും കാര്യമൊക്കെ അല്ല. ഡീസൽ വണ്ടി ചെറിയ വിലക്ക് ഡീസൽ വണ്ടി വേണമെന്ന് പറയുന്നവർക്ക് നല്ല ഹോട്ടലിലേക്ക് നല്ല മുതലാകുന്ന വണ്ടിയാണ്. ഫിഗോ ആണ് ഇതിൻ്റെ കമ്പനി, ഫോർഡ് ഫിഗോ കേട്ടോ. നമുക്കിത് ഒരു 1,40,000 കൊടുക്കണം. നല്ല അലവിയില് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ അല്ല. 2012 മോഡലാണ് ഇത് കിടക്കണത്. ഇത് 1,40,000 നമുക്ക് കൊടുക്കാം. പരിചയപ്പെടുത്താൻ പോണ ഒരു ചെറിയ വിലക്ക് നമുക്ക് മാരുതി പഠിക്കേണ്ടവർക്ക് മാരുതിന്റെ പൈസക്ക് ഒരു 65,000 രൂപക്ക് ഒരു അൾട്ടോ കൊടുക്കണം. 2007 മോഡല് AC ഒക്കെ വരുന്ന നല്ല അടിപൊളി വണ്ടിയാണ്. നല്ല ബോഡി ഷേപ്പിലുള്ള വണ്ടിയാണ്. നമുക്ക് ചെറിയ പൈസക്ക് ഒരു മാരുതി 800 നമുക്ക് ഡ്രൈവിംഗ് പഠിക്കേണ്ടവർക്കാണ് അങ്ങനത്തെവർക്കൊക്കെ പറയുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ആൾട്ടോ ആണ് ഒരു സാധാരണക്കാർക്ക് പറ്റിയ വണ്ടിയാണ്. വെറും 65,000 റുപ്യ, 80,000 റുപ്യ വില നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓഫർ പ്രൈസിൽ അത് കൊടുക്കണേ. വെറും 65,000 റുപ്യ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കണം. അതെ, അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ വീണ്ടും ഒരു ആൾട്ടോ തന്നെയാണ്. ഇത് 2012 മോഡൽ, വെറും 40,000 കിലോമീറ്ററോടെ അടിപൊളി വണ്ടിയാട്ടോ. ഇത് ചെറിയ ആവശ്യക്കാർക്ക് നല്ല ആൾട്ടോ വേണമെന്ന് അറിയുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. വെറും 40,000 ഓടിയിട്ടുള്ളൂ. നല്ല അടിപൊളി വണ്ടി. നമുക്ക് മാക്സിമം ഇതിമൊക്കൊരു ഇത് 1,55 നമ്മൾ ചോദിക്കണം. ഒരു 1,15,000 വരെ 10-20,000 റുപ്യ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇത് ലോൺ ചെയ്ത് കണ്ട് നമുക്ക് കൊടുക്കാം. ചെറിയ ആൾട്ടോകളൊക്കെ ചോദിക്കുകയാണെങ്കിൽ കൊണ്ടോളി. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ ഭാഗമൊന്നും കണ്ടോണ്ടെന്നില്ല. ആവശ്യക്കാർ നേരിട്ട് വിളിക്കുകയാണെങ്കിൽ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ വിട്ടുകൊടുക്കും, ലൊക്കേഷനും കാര്യമൊക്കെ. ഇതേ ആൾട്ടോ LXi തന്നെ മാരുതിൻ്റെ നല്ല 40,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്ന നല്ല അടിപൊളി ബോഡി ഷേപ്പും കാര്യമൊക്കെ ഉള്ള വണ്ടിയാണ്. ചെറിയ പൈസക്ക് കൊടുക്കുക. 1,55 ചോദിക്കണം. 1,50 കിട്ടുകയാണെങ്കിൽ കൊടുക്കും. 1,25 ലോണും ചെയ്ത് കൊടുക്കും. ആൾട്ടോ നമ്മൾ പരിചയപ്പെടുത്തിയ ആൾട്ടോ കേട്ടൺ. ഇത് സാധാ ആൾട്ടോ, ഇത് കേട്ടൺ. ഇത് 1000 cc വരിക. 1000 cc വരുന്നതുകൊണ്ട് ഒന്നും കൂടി ഒരു പവറും കാര്യമൊക്കെ ഉണ്ടാവും. നല്ല അടിപൊളി ഇന്റീരിയർ കാര്യമൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സീറ്റ് കവർ സെറ്റ് ഒക്കെ ചെയ്ത് 2 ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ വരും കേട്ടോ. 2 ഡോർ ഫ്രണ്ടിൽ കേട്ടൺ ആവുന്നുണ്ട്. ഇത് VXi ഓപ്ഷനാണ് വരുന്നത്. ഇതിൽ ഫുൾ ഓപ്ഷൻ എന്നറിയും. ഈ കേട്ടണിൽ വരുന്ന ഫുൾ ഓട് വണ്ടിയാണ്. ഇത് നമ്മൾ ചെറിയ പൈസക്കാണ് കൊടുക്കണം കേട്ടോ. 1,00,000 VXi 2011 മോഡൽ കൊടുക്കണം. VXi നല്ല പക്ക വണ്ടി കേട്ടോ. നല്ല അടിപൊളി ബോഡി ഷേപ്പ് കാര്യമൊക്കെ. ഒരു 60,000 താഴെ 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4 ടയറും കടും പുത്തൻ ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു അപ്പോളോന്റെ ഒരു 95% ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഇന്റീരിയർ, സീറ്റ് കവർ സെറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. 1,40,000. ഇതിന് നമുക്ക് 1,10,000 1,20,000 ഒക്കെ മാക്സിമം ലോൺ കൊടുക്കാം. 1,00,000 റുപ്യ ഗ്യാരണ്ടിയിൽ ലോൺ കൊടുക്കാം. ചെറിയ 40,000 റുപ്യൊക്കെ മുടക്കാണ്ടായി 2011 കേട്ടൺ VXi ഉണ്ടാകും. ചെറിയ ഇനി അടുത്ത പരിചയപ്പെടുത്തുന്ന ചെറിയ സെയിൽസുകാർക്ക് ചെറിയ അങ്ങാടി കൂടിയൊക്കെ കുത്തി കളിച്ചാൻ പറ്റിയൊരു നാനോണ് നമ്മൾ
ഇത് ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ല, ഇതിൽ എല്ലാ ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ. ഇത് ഏറ്റവും ഫുൾ ലോഡാണ്. ഡിക്കി ഓപ്പൺ വരും, AC, പവർ സ്റ്റാരി, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, കമ്പനി സ്റ്റീരിയോ എല്ലാം വരുന്ന അന്നത്തെ കാലത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇപ്പൊ ഈ സാധനം ഇറങ്ങുന്നില്ല. 2016 മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന 56,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. 58 56 ഒക്കെ ഓടിയിട്ടുള്ളൂ. നല്ല അടിപൊളി വണ്ടിയാണ്. ട്വിസ്റ്റർ ഡിക്കി ഓപ്പൺ ഒക്കെ വരുന്ന സെയിൽസുകാർക്കൊക്കെ പറ്റിയ സാധനം. സീറ്റാ മടക്കി വെച്ചാൽ കുറെ സാധനം കൊണ്ടുപോകാം. അത്യാവശ്യം യാത്ര സുഖമില്ല, പവർ സ്റ്റാരിംഗ് ഒക്കെ ഉണ്ടാവുന്നത് ചെറിയ അങ്ങാടി കൂടി ചെറിയ ഇടഞ്ചു കൂടി ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടിയാണ്. ഇത് നമുക്ക് 1,25,000 രൂപക്ക് കൊടുക്കട്ടോ. 1.5 താഴെ കുറച്ച് വണ്ടികൾ മാത്രമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. വലിയ വണ്ടിക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളി. ഏത് വണ്ടി വേണമെങ്കിലും ഉണ്ട്. നമ്മൾ 2 യാർഡിലും അടുത്ത എപ്പിസോഡിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് കണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യും. അപ്പൊ അത് നമുക്ക് വീണ്ടും കാണാം. നമ്മളെ നമ്പറിൽ വിളിക്കുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അടുത്ത മാരുതി 800 ആണ്. മാരുതി 800 MT-FI വരുന്ന 2007 മോഡൽ 27 ലാസ്റ്റ് വരെ റിന്യൂവൽ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ചെറിയ ഡ്രൈവിങ്ങിന് പഠിക്കേണ്ടവർക്ക് 2-3 ആളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പഠിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. വീട്ടിലത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല സൂപ്പർ വണ്ടിയാണ്. MT-FI 2007. ഇതിൽ പേപ്പർ ഉണ്ടോ നമുക്ക് നോക്കാം. പേപ്പർ കടയിൽ അപ്പുറത്താണ്. 2ാമത്തെ ഓണറാണ് ഇത് കിടക്കുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. MT-FI ഇഞ്ചം നമുക്ക് വെറും 67,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. ടയർ കാര്യങ്ങളൊക്കെ ഒരു 80-90% ടയർ ഉണ്ട്. ഈ സൈഡൊക്കെ ആ സൈഡ് എന്താ ഞാൻ നോക്കിയിട്ടില്ല. എന്താ കഥ? ടയറില്ലേ? അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഇവിടെ രണ്ടും ഒരു 90-80% ടയർ ഉണ്ട്. ഈ സൈഡിൽ നമുക്കൊന്ന് നോക്കുക. വെറുതെ പറഞ്ഞാൽ അവിടെ അതേമാതിരി 2 ഭാഗവും ഒരേമാതിരി ടയർ ഒരു 70-75% ടയർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വെറും 67,000 നമ്മൾ ചോദിക്കുന്നത്. ഒരു 65 രൂപ കിട്ടുകയാണെങ്കിൽ 2007 MT-FI മാരുതി എടുക്കാട്ടോ. ഇതൊക്കെ മഞ്ഞ് കണ്ടിട്ട് രാവിലെ തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി മഞ്ഞ് കണ്ടിട്ട് വെള്ളമാണ്. നിങ്ങളൊരു പേടിയും പേടിക്കണം. നല്ല അടിപൊളി വണ്ടിയാണ്. സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഇത് 2010 മോഡൽ 5 വർഷം റിന്യൂവൽ കാര്യങ്ങളൊക്കെ ചെയ്ത് 2030 വരെ പേപ്പറും കാര്യമൊക്കെ അല്ലേ. LXI ഓപ്ഷനിൽ വരുന്ന നല്ല അടിപൊളി സീറ്റാർ കാര്യങ്ങളൊക്കെ അല്ലേ. നല്ല വണ്ടിയാണ്. ഇത് നമുക്ക് 1,45,000 രൂപ നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. 2010 മോഡൽ LXI 30 വരെ പേപ്പർ എടുത്ത വാഗണർ ചോദിക്കണമല്ലുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി. ആവശ്യക്കാർക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു മുതലാണ്. ചെറിയ ഹൈറ്റിൽ പോകുമ്പോൾ യാത്രസുഖവും കാര്യങ്ങളൊക്കെ വരും. 2030 വരെ പേപ്പർ ഉണ്ട്. 2010 മോഡലാണ്. LXI മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഒന്നുമില്ല. എല്ലാ വണ്ടിക്കും നമ്മൾ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് വണ്ടി തരും. നിങ്ങളൊരു ആധാർ കാർഡിന്റെ പ്രൂഫും കാര്യം തരികയാണെങ്കിൽ നമ്മളൊരാൾ പോന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ അടുത്ത് വർക്ക്ഷോപ്പും കാര്യങ്ങളുണ്ട്. അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാ വണ്ടിക്കും നമ്മൾ നോക്കാമല്ലോ. ചെക്കിങ് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇത് 1,45,000 രൂപ കൊടുക്കണം. ചെറിയ മാരുതി ഉണ്ടോ ചോദിക്കലുണ്ട്. നമുക്ക് ചെറിയ മാരുതി പഠിക്കാൻ പറ്റിയ മാരുതിന്റെ റഷ്യാക്കൊക്കെ ചോദിക്കാം. അങ്ങനത്തെ പറ്റിയൊരു മുതലാണ്. ഇത് വെറും 38,000 റുപ്യ കൊടുക്കണം. വെറും 38,000 റുപ്യക്ക് മാരുതി വണ്ടികൾക്ക് കൊടുക്കാം. 2002 മോഡൽ 27-28 വരെയൊക്കെ പേപ്പർ ഉണ്ട്. അത്യാവശ്യം സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ആവശ്യക്കാർക്ക് ചെറിയ പഠിത്തക്കാർ കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് പഠിച്ചവർക്കൊക്കെ ഒന്ന് ലെവലാക്കാൻ, വല്യവണ്ടി ഉള്ളവർക്ക് ഒന്ന് ലെവലാക്കിയിട്ട് വല്യവണ്ടി എടുത്ത് കൊണ്ടിറക്കാൻ വേണ്ടി പേടിയുള്ളവർക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. വെറും 38,000 റുപ്യക്ക് 2002 മോഡല് മാരുതി. നല്ല അത്യാവശ്യം നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളും വൃത്തിയും കാര്യമൊക്കെ ഉള്ള വണ്ടി കേട്ടോ. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ന്യൂ ഷേപ്പൊക്കെ ആക്കിയ വണ്ടി കേട്ടോ. ₹100 താഴെ ഇയോണാണ്. 12 മോഡൽ 13 റൈസർ. ഇത് നമുക്ക് 1,40,000 കൊടുക്കാം. 2012 13 റൈസറില്ല. ഇറാ പ്രൈസ് ഓപ്ഷനാ വരുന്നത്. AC പവർ സ്റ്റാരി 2 ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ വരും. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നമുക്ക് ഇത് മാക്സിമം ലോൺ ഒരു 10-20,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാം. 1,40,000 നമ്മൾ ചോദിക്കുന്നത്. 1,20,000 ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ നമുക്ക് വലിയ വണ്ടി മാക്സിമം കുറച്ച് കൊടുക്കാൻ പറ്റും. ഇതിനനുസരിച്ചൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. നിങ്ങൾ നേരിട്ട് വരിക. അപ്പോൾ വന്നിട്ട് വണ്ടിയൊക്കെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളി. പിന്നെ നമ്മളെ നമ്പറുകൾ കൊടുക്കുന്നുണ്ട്. 1-2 നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴേ നമ്മളെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ഡെയിലി 2-3 ഓഫർ വണ്ടികൾ നമ്മളിടും. എല്ലാ ദിവസവും വരും. അപ്പം നിങ്ങൾക്ക് നോക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലേ വണ്ടികളൊക്കെ കാണാൻ കഴിയും. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് 2006-7 രജിസ്ട്രേഷൻ 27 വരെ പേപ്പറില്ല ഒരു ആൾട്ടോ LXI ആണ്. നല്ല ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. നമ്മൾ വെറും 70,000 റുപ്യക്ക് LXI കൊടുക്കണം കേട്ടോ.
ഒരു 70 രൂപക്ക് LXi കൊടുക്കാം. പേപ്പർ കാര്യമൊക്കെ ഇതിലുണ്ടാവും. കോപ്പി നമുക്ക് വേണമെങ്കിൽ നോക്കാം, എത്ര വരെ പേപ്പർ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. ഇത് 2026 ഒക്ടോബർ വരെ പേപ്പറുള്ള വണ്ടിയാണ്. ഈ അടുത്ത കൊല്ലം ലാസ്റ്റ് വരെ LXi ഓപ്ഷനിലാണ് വരുന്നത്. ഇത് നമ്മൾ 70,000 രൂപ നമ്മൾ ചോദിക്കുന്നത് LXi ആണ്. നമുക്ക് എന്തെങ്കിലും മാക്സിമം ചെയ്ത് കൊടുക്കാം, കുറച്ച് കൊടുക്കാണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം. മട്ടം പോലെ വരിക. LXi ഏഷ്യൻ പവർ സ്റ്റാരിംഗ് ഒക്കെ ഉണ്ട്. ഡ്രൈവിംഗ് പഠിക്കേണ്ടവർക്ക്, അത്യാവശ്യം ചെറിയ ആവശ്യക്കാർക്ക് ഉപയോഗിക്കേണ്ടവർക്ക് നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ചെറുവണ്ടി വേണമെങ്കിൽ നിങ്ങൾ നേരെ വിളിച്ചോടി, വലിയ വണ്ടി വേണമെങ്കിലും വിളിച്ചോടി. ഇപ്പം നമ്മളൊരു 10-15 വണ്ടി മാത്രമേ ചെയ്യണുള്ളൂ. ഇനി അടുത്ത ആഴ്ച ഒക്കെ കുറേ ചെറുവണ്ടികൾ ഇഷ്ടം പോലെ വരാണ്ട്, വലിയ വണ്ടി വരാണ്ട്, ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ചോടി. ഓക്കെ. പിന്നെ നിങ്ങൾ ഒരു ലക്ഷറി വണ്ടി ചെറിയ വിലക്ക് വേണമെന്ന് എത്തുന്നവർക്ക് പറ്റിയ വണ്ടിയാണിത്. ഇത് ഫിഗോ ഓപ്ഷൻ വെറും 70 ജില്ലാനും കിലോമീറ്റർ വരെ 2012 മോഡൽ വണ്ടിയാണിത്. 1,15,000 രൂപ നമുക്ക് കിട്ടുകയാണെങ്കിൽ പുതിയ ഇൻഷുറൻസ് അടച്ച് കൊടുക്കും നമ്മൾ കേട്ടോ. പുതിയ ഇൻഷൂർ ഇപ്പം ഇന്നലെ കഴിഞ്ഞാണ്. അപ്പോൾ പുതിയ ഇൻഷൂർ അടച്ചിക്കാണ്ട് 1,15,000 രൂപക്കില്ല. നല്ലൊരു ലക്ഷറി വണ്ടി, കുറഞ്ഞ ഓട്ടോ ഓടിയ പെട്രോൾ വണ്ടി വേണ്ടിയവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 2012 മോഡൽ പെട്രോൾ ഓപ്ഷനിൽ KL8 തൃശ്ശൂർ രജിസ്ട്രേഷനിൽ ടയറ് കാര്യമൊക്കെ ഒരു 60% ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. വെറും 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇന്റീരിയറൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. AC പവർ സ്റ്റാരിങ്, അതിൽ കിലോമീറ്റർ ഒക്കെ 70,047 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. നല്ല ടച്ച് സ്ക്രീന്, AC പവർ സ്റ്റാരിങ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്ന വണ്ടി. നമ്മൾ 1,15,000 രൂപയ്ക്ക് ലക്ഷറി വണ്ടി കൊടുക്കട്ടോ. അല്ല ഫിഗോണ്, പെട്രോളാണ്, കുറഞ്ഞ ഹോട്ടലുകൾക്കൊക്കെ നല്ലൊരു പറ്റിയ മുതലാണ് കൊണ്ടുപോയിക്കോളി. 1,15,000 രൂപ 2012 മോഡൽ 70,000 കിലോമീറ്ററുടെ റീപ്ലേസ്മെന്റ് കാര്യം ഇല്ലാത്ത വണ്ടി കൊടുക്കട്ടോ. കിട്ടാൻ പോണ ഒരു ഈക്കോ ആണ്. ഈക്കോ പറഞ്ഞാല് ചെറിയ സെയിൽസുകാർക്കൊക്കെ പറ്റുന്നുണ്ട്. നമ്മളിത് പേപ്പർ ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് പേപ്പർ എടുത്തുക്കാണ്ട് ടാക്സ് ഒക്കെ ഇപ്പൊ അടച്ചു. ഇനി റിന്യൂവൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ റിന്യൂവൽ നിങ്ങളെ പേർക്ക് എടുത്തുകാണ്ട് നമ്മൾ തരും. എടുത്തുകാണ്ട് നമ്മൾ 1,40,000 രൂപക്ക് 2010 ഈക്കോ കൊടുക്കട്ടോ. മാക്സിമം 1 ലക്ഷം വരെ നമുക്ക് ലോൺ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ചെറിയ മുടക്കിൽ ചെറിയ സെയിൽസുകാർക്കൊക്കെ പറ്റിയ നല്ല വണ്ടിയാണ്. രണ്ടാമത്തെ മൂന്നാമത്തെ ഓണർ ആയിട്ടുള്ള 1,05,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. നല്ല അടിപൊളി സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വണ്ടികൾക്ക് ഇവിടെ ഇരിക്കും ചെയ്യാം, അങ്ങോട്ട് ലോഡും കാര്യങ്ങളൊക്കെ വെക്കും ചെയ്യാം. ചെറിയ ആവശ്യക്കാർക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. നല്ല അടിപൊളി വണ്ടി. നമ്മൾ ടാക്സ് ഒക്കെ ഇപ്പൊ അടച്ചതാണ്. 5 വർഷത്തിന് ടാക്സ് അടച്ചിക്കണം. ഇനി റിന്യൂവൽ എടുത്തുകാണ്ട് ഇത് മൂന്നാമത്തെ ഓണറാ വരുന്നത്. 2010 നവംബറിൽ റിന്യൂവൽ എടുത്തുകാണ്ട് നമ്മൾ കൊടുക്കാം. 1,40,000 രൂപക്ക് 1.5 ലക്ഷം റുപ്യാന്റെ കുറെ വണ്ടികളുണ്ട്. ചെറിയ സാധാരണക്കാർക്ക് പറ്റിയ കാറ് ഒക്കെ ഉണ്ട്. എല്ലാം ആണെങ്കിൽ വിളിക്കാം. ഇതൊക്കെ നമുക്ക് ഒരു 1.15 കൊടുക്കട്ടോ. അടുത്ത വണ്ടി ഒരു 1.30 ചോദിക്കണ 2011 മോഡല് സ്റ്റാർ ആണ്. ഏഷ്യൻ പവർ സ്റ്റാർ, പവറിന്റെ ഒക്കെ വരുന്ന വണ്ടി. നല്ല അടിപൊളി വണ്ടി. നമുക്ക് 1 ലക്ഷം റുപ്യൊക്കെ ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 25,000 റുപ്യ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സ്റ്റാർ കൊണ്ടുപോകാം. 1.25 കൊടുക്കാം. എല്ലാ ഫോട്ടോമാണെങ്കിൽ നമുക്ക് ബാക്ക് മുന്നൊക്കെ നല്ല മുട്ടെടുക്കാം. KL8 വരുന്ന വണ്ടി. നല്ല അത്യാവശ്യം നല്ല ബോഡി ഷേപ്പിന്റെ കാര്യം. ടച്ചിങ് കാര്യമൊന്നും വല്ലാതെ കയറിയിട്ടില്ല. 1,25,000 രൂപക്ക് 2011 സ്റ്റാർ 1 ലക്ഷം റുപ്യ ലോൺ ഇട്ടുകൊണ്ട് കൊടുക്കാം. നമ്മള് പരിചയപ്പെടുത്തുന്ന ഒരു ആൾട്ടോ LXi ആണ്. ഇത് നമുക്ക് ഇന്നലെ മിഞ്ഞാന്ന് മാറ്റം വന്ന വണ്ടിയാണ്. അതൊരു പിന്നെ ZNext മാറിയതാട്ടോ. നല്ല വണ്ടിയാണ്. നല്ല സെറ്റ്, നല്ല സീറ്റ് കവർ, AC പവർ സ്റ്റാൻഡ്, പവറിന്റെ സെറ്റ് ഒക്കെ നല്ല വർക്കിംഗ് ഉണ്ട്. സ്പീക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ചെറിയ പൈസ കൊടുക്കാം. 77,000 രൂപക്ക് ഈ വണ്ടി കൊടുക്കാട്ടോ. പേപ്പറില്ല വണ്ടി. 4 ടയറൊക്കെ പറഞ്ഞാൽ ഒരു 80% ടയർ ഉണ്ട്. നല്ല മേജർ ആക്സിഡന്റ് ഇതൊന്നും ഇല്ലാത്ത നല്ല വണ്ടി. 2007 മോഡല്. ലാസ്റ്റ് റിന്യൂവൽ കാര്യങ്ങളൊക്കെ 2007 ലാസ്റ്റ് വരെ ഉണ്ട്. പേപ്പർ വേണമെങ്കിൽ ഇതിലുണ്ട്, നമുക്കൊന്ന് നോക്കാം. നമുക്ക് ചെറിയ പൈസക്ക് കൊടുക്കാം. ഇൻഷുറൻസ് ഒക്കെ ഗ്യാപ്പ് ഉണ്ട്. 26 7 മാസം വരെ ഉണ്ട്. ഇത് ഇൻഷുറൻസിന്റെ പേപ്പർ ഉള്ളത്. RC നമുക്ക് വിട്ടുകൊടുക്കാം. 2007 മോഡലാണ്. നമുക്ക് ചെറിയ പൈസക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. LXi ഓപ്ഷനിൽ തന്നെ. ഇത് ബാക്കൊക്കെ മുട്ടിച്ചിട്ടാണ് ബാക്ക് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കട്ടോ. ടയറ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. 77,000 റുപ്യക്ക് എവിടുന്നും കിട്ടൂല. നമ്മൾ മാത്രം ഓഫർ. നല്ല മേജർ ഇതൊന്നും ഇല്ല. നല്ല ചെറിയ റെഡ് കളറാണ്. ചെറിയൊരു വീട്ടിലത്തെ ആവശ്യക്കാർക്കാണെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. ചെക്കിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞ് നോക്കിയതാണ്. നിങ്ങൾക്ക് കൊണ്ടുപോയി നോക്കാം. വെറും 77,000 റുപ്യക്ക് 2007 LXi AC പവർ സ്റ്റാരിങ് ഒക്കെ വർക്കിംഗ് ഉള്ള വണ്ടി. സെറ്റ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സീറ്റുകാർ കാര്യങ്ങളൊക്കെ. ടയറൊക്കെ എന്താണ് ഒരു 80-90% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്.
നമുക്ക് ചെറിയ പൈസക്ക് കൊടുക്കാം. അതുപോലെ തന്നെയാണ് ഈ ഒരു വണ്ടി. ഇത് നമുക്ക് 2008 മോഡലിലാണ് കിടക്കണ LXI തന്നെയാണ്. ചെറിയ അൾട്ടോകൾ ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, ഏത് വേണമെങ്കിലും വന്നോളി. ഇത് 2008 ലാസ്റ്റ് വരെ പേപ്പറും കാര്യമൊക്കെ ഉള്ള നല്ല അടിപൊളി ബോഡി ഷേപ്പിലുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് 1,50,000 രൂപക്ക് 28 ലാസ്റ്റ് വരെ റിന്യൂവൽ കാര്യമൊക്കെ ഉള്ള വണ്ടി. ഏകദേശം ഒരു 2-3-4 കൊല്ലം സുഖമായിട്ട് ഇപ്പൊ റിന്യൂവൽ എടുക്കാതെ കൊണ്ടിറക്കാൻ പറ്റിയ വണ്ടിയാണ്. 1,50,000 രൂപയാണ് നമ്മൾ ചോദിക്കണത്. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം. നേരിട്ട് വിളിക്കുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പറഞ്ഞത് 2010 മോഡൽ 30 വരെ റിന്യൂവൽ, ഒരാഴ്ച ആയിട്ടുള്ള പേപ്പർ കാര്യമൊക്കെ എടുത്ത് 5 വർഷം പേപ്പറില് ആൾട്ടോ കേട്ടം VXI വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പറഞ്ഞത്. ഇത് നമ്മൾ 1,40,000 ചോദിച്ചു 1.35 ഫൈനൽ കിട്ടാനേ കൊടുക്കും. നല്ല ഇന്റീരിയർ കാര്യം സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത VXI ആണ്. പിന്നെ നമ്മൾ ഇതെന്താ വെച്ചാൽ വണ്ടികളെ അടിയിൽ കൂടി ആവാണ്ട് ചിലപ്പോ ഫുള്ള് വീഡിയോസ് നമുക്ക് ഫോട്ടോ കാര്യമൊക്കെ നിങ്ങൾ നേരിട്ട് വിളിച്ചാൽ എല്ലാ ഭാഗം ഫോട്ടോ കിട്ടണ നമ്മൾ ഫോട്ടോസ് നമ്മൾ ഇട്ടുകൊടുക്കും. നമ്മളെ നമ്പർ ഉണ്ടാവും. നമ്മളെ എല്ലാ ദിവസവും 2 വീഡിയോ ചെറുതും വലുതായിട്ട് ഇറക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോഴേ നമ്മളെ ഫുള്ള് ഫോട്ടോസും ഡീറ്റെയിലും ഒക്കെ നമുക്ക് എല്ലാം ഇറങ്ങണ അപ്പളേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട് കാര്യങ്ങൾ മാത്രം തോന്നുന്നത് മാത്രം നിങ്ങൾ വിളിക്കുക, കമന്റ് ചെയ്യുക. പിന്നെ നല്ല വണ്ടിയാണ്. 5 വർഷം പേപ്പർ എടുത്ത 1000 cc വരുന്ന ഫുള്ളോട് VXI ഓപ്ഷനിൽ വരുന്ന ആൾട്ടാണ്. 1,35,000 രൂപ കൊടുക്കണം കേട്ടോ. പേപ്പറൊക്കെ എടുക്കാൻ തന്നെ 10-15 ഉറുപ്പ്യന്റെ മോളില് പിന്നെ പെയിന്റിങ്ങും പരിപാടി ഇല്ലാത്തതിന് ചെലവ് വരുന്ന വണ്ടിയാണ്. നിങ്ങൾക്ക് 5 വർഷത്തിന് ഒന്നും നോക്കണ്ട. 1.40 ചോദിക്കണം, 1.35 കിട്ടുകയാണെങ്കിൽ നമ്മൾ ഫൈനൽ കൊടുക്കും. പിന്നെ എല്ലാ വണ്ടികളും ചെറുതും വലുതും കുറെ അവിടെ ഉണ്ട്, ഇവിടെ ഒക്കെ ഉണ്ട്. ഏത് വണ്ടിക്ക് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളി. വണ്ടികള് നമുക്ക് നമ്മളെ നമ്പറിൽ വിളിച്ചാൽ നമ്മൾ ലൊക്കേഷൻ തരും. അതേമാതിരി ഫോട്ടോസ് ഡീറ്റെയിൽ ഒക്കെ വിട്ടുതരും കേട്ടോ. അപ്പൊ നിങ്ങളെ വിളിക്കാം. ഓക്കെ, അടുത്ത് നമ്മളെ മലപ്പുറം മോട്ടോഴ്സിന്റെ ഒരു 1.5 ലക്ഷം റുപ്യാന്റെ താഴെ പിന്നെ വണ്ടികളാണ്. ഒരു 10-15 വണ്ടി മാത്രമേ നമ്മളെ ഈ ചെറിയ വീഡിയോയില് ചെയ്യണുള്ളൂ. അപ്പൊ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത വീണ്ടും നല്ല ചെറുവണ്ടി വല്യവണ്ടി ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ വീണ്ടും കാണാം. നമ്മളെ മലപ്പുറം മോട്ടോഴ്സിന്റെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി ആനക്കയം. മഞ്ചേരിന്ന് 5 കിലോമീറ്റർ, മലപ്പുറത്ത് 5 കിലോമീറ്റർ ആണ്. ഇവിടെ സ്ഥലപ്പേര് പറയാം ആനക്കയം സൗദിപ്പടി എന്നാ പറയാ. നമ്മൾ 2-3 നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചാൽ നമ്മൾ ലൊക്കേഷൻ വിട്ടുതരും, വണ്ടിന്റെ ഡീറ്റെയിൽ ഫോട്ടോകളൊക്കെ വിട്ടുതരും. അപ്പൊ നമ്മളെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം നമ്മളെ ഒരു എപ്പിസോഡായിട്ടും വീണ്ടും കാണാം മലപ്പുറം മോട്ടോഴ്സ്. ഓക്കെ.